അപ്പോൾ ഡി ആറിൽ കിട്ടടാ ഇതാണ് നമ്മൾ ഡി ആറിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. മാത്രമേ ഈ വണ്ടി കയറാൻ പറ്റൂ. ഒരുപാട് ആൾ കയറി കഴിഞ്ഞാൽ വണ്ടി താരും. അതേപോലെ ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ള 2007 മോഡൽ സിവിക്കാണ്. അപ്പോൾ ഈ ഒരു വണ്ടി നിങ്ങൾക്ക് ഫ്രണ്ട് പോലെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, അത്യാവശ്യം മോഡ് ചെയ്തിരിക്കുന്ന വണ്ടിയാണ്. അത്യാവശ്യം നൈസായിട്ട് നീറ്റായിട്ട് മോഡ് ചെയ്തിരിക്കുന്ന ഒരു വണ്ടിയാണ്, നീറ്റായിട്ട് ബിൽഡ് ചെയ്തിരിക്കുന്ന വണ്ടിയാണ് നമ്മുടെ ഫ്രണ്ടിൽ കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ വിശേഷങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ബെല്ലേക്കുന്ന കാര്യങ്ങൾ എനേബിൾ വെച്ചേക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ അപ്പോൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കൊട്ട് താമസിക്കണം, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടി. ഇതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ല രീതിക്ക് മോഡ് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഫ്രണ്ട് മുതൽ ബാക്ക് വരെ അത്യാവശ്യം നല്ലൊരു മോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ കംപ്ലീറ്റ് റിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഫ്രണ്ടിൽ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫ്രണ്ടിലത്തെ ഫസ്റ്റത്തെ മാറ്റം എന്ന് പറയുന്നത് ഈ ഒരു ഡ്യുവൽ ടോൺ കളർ തന്നെയാണ്. ആ ഒരു കളറിങ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫ്രണ്ടിൽ ബമ്പറിന് ഒരു സിൽവർ ഷെയ്ഡും കൊടുത്തിരിക്കുന്നത്. അതേപോലെ നമ്മളെ ബോണറ്റും അതേപോലെ ഈ സൈഡ് ഫെയറിങ് കാര്യങ്ങളൊക്കെ ബ്ലാക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഫ്രണ്ടിൽ നോക്കുന്ന സമയത്ത് ആ വണ്ടിക്ക് ലുക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. പിന്നെ വണ്ടി എടുത്തിരിക്കുന്ന മെയിൻ ഒരു മാറ്റമാണ് ഈ ഒരു ബോണറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ സെക്കൻഡ്സ് എടുത്ത് ബോണറ്റ് എടുത്തിട്ട് അതിനകത്ത് നമ്മൾ കസ്റ്റം വർക്ക് ചെയ്തെടുത്താണ്. ഈ ഒരു എയർ വെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തെടുത്താണ്. ഇതിനകത്ത് ചെറിയ മെഷീൻ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഒരു 3 സ്ലോട്ടുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതേപോലെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ആ ഫ്രണ്ടിലത്തെ ബമ്പറിന് ആ ഒരു എന്താ പറയുക ഒരു മസിൽ ലുക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കിതാ ഇവിടെ കുറച്ച് സ്റ്റിക്കർ വർക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇതാണ് നമ്മൾ ആ ഒരു കട്ടിങ് കൊടുത്തിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത്. 2 സൈഡിലും അങ്ങനെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. 2 സൈഡിലും അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ കസ്റ്റം ചെയ്ത് എടുത്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ബോണറ്റ് ഭാഗം കഴിഞ്ഞാൽ താഴോട്ട് വരുന്ന ഭാഗമാണ് ഇതാ ഈ ഒരു നമ്മുടെ ഫ്രണ്ട് ഈ ഒരു ഗ്രില്ലെന്ന് പറയുന്നത്. നമ്മൾ സ്റ്റോക്കായിട്ട് വരുന്ന ഗ്രില്ല് മാറ്റിയതിന് ശേഷം നമ്മളൊരു മെഷ് ഗ്രില്ല് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമ്മളെ സ്റ്റോക്ക് ലോഗോയും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് സൈഡിലോട്ട് വരുന്ന സമയത്ത് ഫുള്ളി ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു ഹെഡ്ലൈറ്റ് കാണാൻ പറ്റും. ഒരു ഫോഗ് ലൈറ്റോട് കൂടി വരുന്ന ഹെഡ്ലൈറ്റാണ് നമ്മളെ വണ്ടി കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ഒരു DRL കാണാൻ പറ്റും. DRL കിട്ടടാ ഇതാണ് നമ്മൾ DRL വർക്കിംഗ് എന്ന് പറയുന്നത്. ഇതിപ്പം നല്ല എന്താ പറയുക വെട്ടായിട്ട് നമുക്ക് ഒരുപാട് ഇങ്ങനെ കാണാത്ത അതിനകത്ത് ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്ററിനകത്ത് കാണാൻ പറ്റും. അപ്പം ഇത് നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് വാങ്ങിച്ച ഒരു ഹെഡ്ലൈറ്റാണ് കേട്ടോ ഈ വണ്ടിക്ക് സ്യൂട്ടാക്കാനായിട്ട്. പിന്നെ ചെയ്തേക്കുന്ന ഹെഡ്ലൈറ്റിൻ്റെ മുകളിലായിട്ട് ഒരു ഐ മാസ്ക് ഇവിടെ കസ്റ്റം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് വേണ്ടി കസ്റ്റമൈസ് ചെയ്തെടുത്ത ഒരു ഐ മാസ്ക് ഇവിടെ കാണുന്ന. അപ്പോൾ ഹെഡ്ലൈറ്റ് കുറച്ചും കൂടെ കവറായിട്ട് എന്താ പറയുക സൈസ് കുറച്ച് കാണിക്കാനും നമുക്ക് ആ ഒരു ലുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ഒരു ഐ മാസ്ക് ഇവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ താഴ്ത്തുന്ന സമയത്താണ് നമ്മുടെ ഒരു മെയിൻ ഒരു മോഡിഫിക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു ബമ്പർ മ്യൂഗൻ്റെ ഫുൾ കിറ്റാണ് നമ്മളെ വണ്ടിയിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് വരുന്നതാണ് ഈ ഒരു കസ്റ്റം ബമ്പർ എന്ന് പറയുന്നത്. ആ ബമ്പറിലും കുറച്ച് മോഡിഫിക്കേഷൻ നമ്മൾ വരുത്തിയിട്ടുണ്ട്. നമ്മൾ മെഷ് ഗ്രില്ല് ടൈപ്പ് ഒരു സംഭവം ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഫോഗ് ലൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ആ ഒരു പെയിൻറ്റ് സ്കീം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ബോണറ്റ് വരുന്ന ബ്ലാക്ക് ടച്ച് ഇവിടെയും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഫോഗ് ലൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് താഴ്ത്തുന്ന സമയത്ത് നമുക്കൊരു ചെറിയൊരു ലിപ്പ് കാണാൻ പറ്റും. ആ ലിപ്പും വണ്ടിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് വണ്ടി ഒരുപാട് നല്ല താന്നിരിക്കുന്നത്. നമുക്ക് ആ ഒരു ഫീലും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ സൈഡിലോട്ട് പോകാം. സൈഡിൽ വരുന്ന സമയത്തും കുറച്ചധികം മോഡിഫിക്കേഷൻ സൈഡിൽ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനിയിപ്പോൾ നമ്മൾ നേരെ സൈഡിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഈ ഒരു അലോയ്സ് എന്ന് പറയുന്ന ഈ ഒരു 4 അലോയ്സും 18 ഇഞ്ച് അലോയ്സും അതേപോലെ ലോ പ്രൊഫൈൽ ടയേഴ്സാണ് നമ്മളെ വണ്ടി കൊടുത്തിരിക്കുന്നത്. അത് തന്നെയാണ് വണ്ടിയുടെ ആ ഒരു സൈഡ് പ്രൊഫൈലിന് അത്യാവശ്യം ലുക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് കേട്ടോ. പിന്നെ അതേപോലെ അതിനകത്ത് ഈ വണ്ടിയിൽ ഓവർ ചെയ്യാൻ വേണ്ടി ആഡ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കംഫർ ചെയ്യാൻ വേണ്ടി ആഡ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കംപ്രസ്ഡ് സ്പ്രിംഗ് ആണ് നമ്മളെ വണ്ടി കൊടുത്തിരിക്കുന്നത്. അതാണ് വണ്ടി അത്യാവശ്യം താന്ന് നിൽക്കുന്നത്. അതേപോലെ നിൽക്കുന്നത് കൊണ്ടും അതേപോലെ ലോ പ്രൊഫൈൽ ടയർ ഇട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർക്ക് വണ്ടി കയറത്തില്ല കേട്ടോ. അപ്പോൾ മിനിമലായിട്ടുള്ള അതായത് 2-3 പേർക്ക് മാത്രമേ ഈ വണ്ടി കയറാൻ പറ്റൂ. ഒരുപാട് ആൾ കയറി കഴിഞ്ഞാൽ വണ്ടി താരും. അതേപോലെ ആ റിയർ ടയർ നമ്മുടെ ഈ ഒരു ബോഡിയിൽ കയറി പിടിക്കും കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഒരുപാട് പേര് കയറത്തില്ല. ആ ഒരു പ്രശ്നം മാത്രം നമ്മൾ ഈ വണ്ടിയിൽ ഫേസ് ചെയ്യുന്നുള്ളൂ. പിന്നെ നമ്മൾ സൈഡിൽ ആ ഒരു നേരത്തെ പറഞ്ഞ മ്യൂഗൻ്റെ ആ ഒരു കിറ്റിൻ്റെ സൈഡ് സൈഡ് സ്കർട്ടിങ് കാര്യങ്ങളൊക്കെ ഇവിടെയും ആഡ് ചെയ്തിട്ടുണ്ട്. അതും ഈ വണ്ടിക്ക് നല്ല ലുക്കും കാര്യങ്ങളൊക്കെ സൈഡിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ ആഡ് ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു സ്പൂൺ മിറേഴ്സ് എന്ന് പറയുന്ന സ്റ്റോക്കായിട്ട് വരുന്ന മിറേഴ്സ് ഇങ്ങനെയല്ല. ഈ ഒരു സ്പൂൺ മിറേഴ്സ് നമ്മളെ വണ്ടിക്ക് ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന മിറേഴ്സാണ് ഈ ഒരു സ്പൂൺ മിറേഴ്സ് എന്ന് പറയുന്ന. അതിനകത്ത് അത്യാവശ്യം വിസിബിളും കാര്യങ്ങളൊക്കെയാണ്. എന്നാലും ലുക്കും നല്ല വിസിബിളിനെ കാട്ടി അത്യാവശ്യം നല്ല ലുക്കും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സ്പൂൺ മിറേഴ്സ് വണ്ടി കൊടുക്കുന്നത്. അതേപോലെ സൈഡിൽ നോക്കുന്ന സമയത്തും ആ ഒരു ഡ്യുവൽ ടോൺ ഇവിടെ കാണാൻ പറ്റും. ഫ്രണ്ടിൽ ആ ഒരു സൈഡ് ബ്ലാക്കും അതേപോലെ ഈ ബാക്കി സ്ഥലങ്ങളെല്ലാം സിൽവർ ആ ഒരു ഫിനിഷിനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വണ്ടിയിൽ കൂളിയും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ. അതേപോലെ മുകളിൽ റൂഫിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ബ്ലാക്ക് ഫിനിഷ് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ആ ഒരു സൈഡ് പ്രൊഫൈൽ ലുക്ക് എന്നൊക്കെ പറയും. പിന്നെ അതേപോലെ നമ്മളൊരു കാലിപ്പർ കവറും ബ്രംബോയുടെ കാലിപ്പർ കവറും ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മെറ്റൽ കാലിപ്പർ കവറാണ് നമ്മൾ ഈ ഒരു ഡിസ്കിൻ്റെ ആ ഒരു കാലിപ്പറിനായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം അതും നമ്മൾ ഈ ഒരു ബാക്കിലത്തെ ആ ഒരു അലോയ്ക്ക് നല്ല ലുക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്.
ഇതിന് പുറകെ വശത്ത് വരുമ്പോൾ കുറച്ച് മോഡിഫിക്കേഷൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതേപോലെ നേരത്തെ പറയാൻ പറ്റിയൊരു സംഭവമാണ് നമ്മുടെ ഈ ഒരു ചെറിയൊരു സ്ലാമിങ് നമുക്കിവിടെ കാണാൻ പറ്റും. ആ ഒരു 80 ഇഞ്ച് അലോയ്സ് ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ ടയർ കുറച്ചൊന്ന് ഇങ്ങനെ ഇരിക്കുന്നത് കാണാൻ പറ്റും കേട്ടോ. അപ്പം അതും ഭയങ്കര രസമാണ് വണ്ടിയുടെ സൈഡ് പ്രൊഫൈൽ നോക്കുന്ന സമയത്ത്. പിന്നെ വന്നിരിക്കുന്നതാണ് നമ്മുടെ ഈ ഒരു JS സ്പോയിലർ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഒരു അത്യാവശ്യം എന്താ പറയുക സൈസുള്ള സ്പോയിലറാണ് നമ്മൾ ബേക്കിൽ ചെയ്തിരിക്കുന്നത്. അതിനകത്തൊരു ബ്ലാക്ക് ഫിനിഷും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ അതേപോലെ താഴോട്ട് വന്ന സമയത്ത് നമ്മളെ സ്റ്റോക്ക് ടൈലൈറ്റും കാര്യങ്ങളും തന്നെ അതിൽ വേറെ മാറ്റമൊന്നുമില്ല. അവിടെ താഴോട്ട് സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ മ്യൂഗൺ കിറ്റിൻ്റെ ആ ഒരു റിയർ എലമെൻറ്റ് ഇവിടെയും കാണാൻ പറ്റും. അതിനകത്ത് നമ്മൾ സ്റ്റോക്ക് ബമ്പറിൻ്റെ അകത്ത് നമ്മൾ ആ കിറ്റ് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ താഴോട്ട് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ചെറിയൊരു എക്സോസ്റ്റ് ഔട്ട് പോലത്തെ സെറ്റപ്പ് ഇവിടെയും കാണാൻ പറ്റും. അതിനകത്ത് ഒരു ബ്ലാക്ക് ആൻഡ് സിൽവർ ഫിനിഷ് ഇവിടെ കൊടുത്തിരിക്കുന്ന വർക്കിംഗ് ആയിട്ടുള്ള എക്സോസ്റ്റ് എന്ന് പറയുന്ന അതാണ് കേട്ടോ. കൊടുത്തിരിക്കുന്നതാണ് ഈ ഒരു എക്സോസ്റ്റ് എന്ന് പറയുന്ന ഫുൾ സിസ്റ്റം എക്സോസ്റ്റ്. അതേപോലെ ബായ് ഹെഡറൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സോസ്റ്റിനെ കൂടി ഞാൻ ഒന്ന് കേൾപ്പിച്ചു തരാം. ഒരു രക്ഷാത്ത എക്സോസ്റ്റാണ് കേട്ടോ. അത്യാവശ്യം നല്ല ലൗഡ് എക്സോസ്റ്റാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ഒരു വണ്ടിയിൽ പറയാനായിട്ടുള്ള. വണ്ടി ടോട്ടലായിട്ട് കാണുന്ന സമയത്ത് ആ ഒരു ഡ്യുവൽ ടോൺ കളറും അതേപോലെ ഈ ഒരു അലോയ്സും കാര്യങ്ങളൊക്കെയാണ് വണ്ടിക്ക് നല്ലൊരു ലുക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ആ ഒരു കൂളിങ്ങും അതിനകത്ത് കൂളിംഗ് അടിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു വണ്ടി സൈഡ് പ്രൊഫൈലിൽ കാണാനും നല്ല ലുക്കുണ്ട് കേട്ടോ. പിന്നെ വണ്ടിയുടെ ഫ്രണ്ടിൽ നമ്മൾ ആൻറ്റി ഗ്ലെയർ അടിച്ചിട്ടുണ്ട്. ആൻറ്റി ഗ്ലെയറാണ് ചെറിയൊരു ബ്ലൂയിസ് ഫിനിഷോട് കൂടി കാണാൻ പറ്റുന്നുണ്ട്. സൈഡ് നോക്കുന്ന സമയത്ത് ആ ഒരു ആൻറ്റി ഗ്ലെയറിൻ്റെ ലുക്കും നിങ്ങൾക്ക് ഫ്രണ്ടിൽ കാണാൻ പറ്റും. പിന്നെ ഈ ഒരു സിവിക്കിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു വൈപ്പറാണ്. വൈപ്പർ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര രസമായിട്ട് കാണാൻ. രണ്ട് സൈഡിലോട്ട് വൈപ്പർ പോകുന്നത് കാണാൻ പറ്റും. ഞാൻ കഴിച്ചപ്പോൾ നമുക്ക് വണ്ടിയുടെ വൈപ്പർ ഒന്ന് ഇട്ട് നോക്കാം. ഇട്ടടാ വൈപ്പർ. ഇതാണ് നമ്മുടെ ആ ഒരു സിവിക്കിൻ്റെ വൈപ്പറിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു സ്പെഷ്യൽ എലമെൻ്റ് എന്ന് പറയുന്നത്. എനിക്ക് ഈ ഒരു വൈപ്പർ ഭയങ്കര ഇഷ്ടമാണ് സിവിക്കിൽ. രണ്ട് സൈഡിലോട്ട് ഇങ്ങനെ പോകാനായിട്ട് വണ്ടി റണ്ണിങ്ങിലൊക്കെ ഇങ്ങനെ പോകുന്നത് ഭയങ്കര രസമാണ് കേട്ടോ. അപ്പം ഇതാണ് വണ്ടിയുടെ ടോട്ടൽ ഓവറോളായിട്ട് പറയാനുള്ള. ഇനി നമുക്ക് വണ്ടിയുടെ എക്സോസിനൊന്ന് കേട്ട് നോക്കാം. എക്സോസിന് തൊട്ടും അത്യാവശ്യം ലൗഡ് തന്നെയാണ്. അപ്പം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എക്സോസിന് കേട്ട് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ എക്സോസ് നോട്ട് എന്ന് പറയുന്നത്. അത്യാവശ്യം ലൗഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എക്സോസ് നോട്ട് ഇഷ്ടപ്പെട്ടില്ലോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഫുൾ സിസ്റ്റം എക്സോസ്റ്റാണ് നമ്മുടെ വണ്ടിയിൽ വെച്ചിരിക്കുന്നത് കേട്ടോ. അതായത് നമ്മൾ ഹെഡറൊക്കെ വെച്ചിരിക്കുന്നത് ബായ് ഹെഡറാണ് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. അതേപോലെ അവിടെ നിന്ന് താഴോട്ട് മൊത്തം ഫുൾ സിസ്റ്റം സ്ട്രൈറ്റ് പൈപ്പാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതാണ് ഇത്രയും ലൗഡായിട്ട് കിട്ടുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ വണ്ടിയുടെ അകത്ത് എന്തൊക്കെ ചെയ്യിക്കുന്നത് നോക്കാം. ഓപ്പൺ ചെയ്ത് വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഇവിടെ ഒരു എന്താ പറയുക ഒരു വെൽക്കം ലൈറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. പിന്നെ വണ്ടിയുടെ അകത്ത് മെയിനായിട്ട് വലിയ വ്യത്യാസവും കാര്യങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളും സ്റ്റോക്ക് തന്നെയാണ്. പിന്നെ ആ ഒരു മ്യൂഗൺ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ബാഡ്ജിങ്ങോട് കൂടി വരുന്ന നമ്മളൊരു സ്റ്റിയറിംഗ് ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ പ്രത്യേകിച്ച് വേറെ മോഡിഫിക്കേഷൻ വരുത്തിയിട്ടില്ല. അതേപോലെ നമ്മുടെ ഈ ഒരു ഗിയർ നോബ് നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പം ഇത്ര തന്നെയാണ് നമ്മുടെ വണ്ടിയുടെ ഉൾവശത്തുള്ള മാറ്റങ്ങൾ. അപ്പോൾ ഇത്ര തന്നെയുള്ള വണ്ടിയെ കുറിച്ച് പറയാനായിട്ട് അത്യാവശ്യം മോഡ് കാര്യങ്ങൾ ചെയ്തൊരു വണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വണ്ടി ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ ഈ ഒരു വണ്ടിയുടെ ഓണറിന് ഇൻസ്റ്റഡി കാര്യങ്ങൾ താഴെ കൊടുക്കുന്നതിന് ജസ്റ്റ് ചെക്കൗട്ട് ചെയ്തോക്കുക. അപ്പോൾ ഇത്ര തന്നെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലെ നല്ല വീഡിയോസ് വരുന്നതായിരിക്കും. അത്രയായിരിക്കും എല്ലാവർക്കും. ബൈ.